ഓറോവില്ല് വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ മാതൃമന്ദിർ എന്ന് പറയുന്നത് കേട്ടോ. ഞാനപ്പോൾ ഈ നീല വെസ്പയാണ് കേട്ടോ എടുക്കുന്നത്. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളിവിടെ ID പ്രൂഫ്, ആധാറോ അങ്ങനെ എന്തെങ്കിലും ID പ്രൂഫ് കൊടുക്കണം. പിന്നെ ഇതുപോലൊരു ഫോം, വണ്ടി നമ്മൾ എടുത്തുകൊണ്ട് പോയ വണ്ടി, അതിൻ്റെ സമയം, നമ്മളെ ഫോൺ നമ്പർ, നമ്മുടെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കണം. അപ്പം നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇതേ ഇങ്ങ് പോണ്ടിച്ചേരിയിൽ വന്നാലും നല്ല വീട്ടിലെ ഊണ് കിട്ടും കേട്ടോ. അത് ശരിക്കും വീട് തന്നെ, വീട്ടിൽ അവർ അടുക്കളയിൽ അവർക്ക് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിലൂടെ കുറച്ച് ഭക്ഷണം. ശരിക്കും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളാണ് ഇത് വൈറലാക്കിയത്. അങ്ങനെയാണ് നമ്മളും ഇങ്ങനെ ഒരു ഊണ് കിട്ടുന്ന സ്ഥലം ഉണ്ടെന്ന് അറിയുന്നത്. 75 രൂപയ്ക്കാണ് ഊണ് കൊടുക്കുന്നത്. ഇതെന്താണെന്നറിയോ? മനസ്സിലായോ? ഇതാണ് ഞണ്ട് ബജ്ജി. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. അതായത് ഞണ്ട് മാത്രമല്ല, പ്രോൺസിൽ, ചിക്കനിൽ, പിന്നെ പലതരത്തിലുള്ള മീനുകൾ വെച്ചിട്ട് ഒക്കെ ബജ്ജി. ஃபிஷ் நீங்க பார்க்கணும்னா நீங்க சூஸ் பண்ணி கொடுக்குற ஃபிஷ் தான் நாங்க அவங்க என்ன சூஸ் பண்ணி இப்போ பப்ளிக் வராங்கன்னா அவங்க என்ன சூஸ் பண்ணி தராங்களோ அதுக்கு ஏத்த மாதிரி நாங்க கொடுப்போம். அவங்களுடைய ஆக்டிவேஷன் தான் நமக்கு பப்ளிக் வராங்கன்னா. ஏன்னா ஃபுட் இல்ல, ஒரு உணவு ஒரு மனுஷனுக்கு ரொம்ப அத்தியாவசியமான விஷயம். அது நம்ம கரெக்டா கொடுக்கணும். ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ആട്ടുംകാൽ സൂപ്പ്, മട്ടൺ ലെഗ് സൂപ്പ്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ഏകദേശം ഒരു വർഷമായി മധുരയുടെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് ആളുകൾ പറഞ്ഞതാണ് ട്രാവൽ വീഡിയോസ് ഇനിയും ചെയ്യണേന്ന്. പക്ഷേ നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ കൊണ്ട് പോകാൻ പറ്റിയില്ല. ഇപ്പോൾ സ്കൂളൊക്കെ അടച്ചു, ഏകദേശം യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ഇതിലേക്ക് എന്ന്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് പോണ്ടിച്ചേരിക്കാണ്. പോണ്ടിച്ചേരിയുടെ ഒരുപാട് വ്ളോഗൊന്നും അങ്ങനെ നമ്മൾ കേരളത്തിൽ നിന്നുള്ള ആരും ചെയ്ത് അധികം ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും പോകേണ്ട ഒരു സ്ഥലമാണ്. ഞാൻ 1-2 വട്ടമൊക്കെ പോയതാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം, അവിടെ കുറേ കാഴ്ചകളുണ്ട് കാണാൻ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇനി അങ്ങോട്ടുള്ള കുറച്ച് വീഡിയോസിൽ നമ്മൾ പങ്കുവെക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരുപാട് ട്രെയിൻ ഇല്ല പോണ്ടിച്ചേരിക്ക് നേരിട്ട്. ഇതും പോണ്ടിച്ചേരി വരെയില്ല, വില്ലുപുരം വരെയുള്ളൂ. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വില്ലുപുരം വരെയുള്ള ട്രെയിനിലാണ് ഇപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. 5:15 ഗുരുവായൂർ ചെന്നൈ എഗ്മൂർ എക്സ്പ്രസ് ആണ്. അപ്പോൾ ട്രെയിൻ കൊല്ലമൊക്കെ എത്താറായിട്ടുണ്ട്. നമ്മൾ ഇച്ചിരി ലേറ്റാണ് ഇന്ന് ട്രെയിൻ. അപ്പോൾ ഇനി ട്രെയിനിൽ കയറിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ പറയാം. അങ്ങനെ ട്രെയിനിൽ കയറി കൃത്യം 1 മണിക്കൂർ ലേറ്റായിരുന്നു കേട്ടോ. ശരിക്കും 5:15 വരേണ്ടത്, പക്ഷെ 6:15 ട്രെയിൻ വന്നപ്പോഴേക്കും. അപ്പോൾ ഇത് ഇനിയിപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മധുരയ്ക്കൊക്കെ പോയപ്പോൾ കാണിച്ചു തന്ന ആ സെയിം ട്രെയിനാണ് ഗുരുവായൂരിൽ ചെന്നൈ വരെ പോകുന്ന എഗ്മൂർ. 11:30 സമയത്ത് മധുരയിൽ ചെല്ലും. നമ്മൾ ഒരു 5:30 പിന്നെ വില്ലുപുരത്തെത്താം. ഞാൻ പറഞ്ഞില്ലേ പോണ്ടിച്ചേരിയിൽ സ്റ്റോപ്പില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വില്ലുപുരത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു 38-39 കിലോമീറ്റർ ഉണ്ട് പോണ്ടിച്ചേരിക്ക്. ഒന്നുകിൽ ബസ്സിന് പോവാം, അല്ലെങ്കിൽ ഓട്ടോയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. ഞാനിപ്പോൾ വിചാരിക്കുന്നത് നമ്മൾ കറക്റ്റ് സമയത്ത് എത്തുവാണെങ്കിൽ 6:30 ഒരു പോണ്ടിച്ചേരി കണക്ഷൻ ട്രെയിൻ ഉണ്ട്, പുതുച്ചേരി എക്സ്പ്രസ്സോ അങ്ങനെ ഏതോ ഒരെണ്ണമുണ്ട്. അപ്പോൾ നമ്മൾ ചെല്ലുന്ന സമയവും അതിൻ്റെ സമയം കൂടി ഏകദേശം കറക്റ്റാണെങ്കിൽ അതിനെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഭക്ഷണം അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. 8 മണിയൊക്കെ ആകുമ്പോഴേക്കും കഴിക്കാം. വലിയ തിരക്കൊന്നുമില്ല. ഇപ്പം അങ്ങനെ ഒരു AC ഇതായതുകൊണ്ടാണോ എന്നറിയില്ല. ഈ ശരിക്കും വീക്കെൻഡ് അല്ലേ, കുറച്ച് തിരക്ക് വരേണ്ടതാണ്. ഇന്നിപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. ഇതിന് സ്ലീപ്പർ ടിക്കറ്റ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ സ്ലീപ്പറിനാണെങ്കിൽ 380 രൂപയാണ് ഒരാൾക്ക്. പിന്നെ AC ആണെങ്കിൽ 1000 രൂപയും. ഞാനിപ്പോൾ AC എടുത്തേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത്രയും, കാരണം നമ്മൾ ഒരു രാവിലെ 5:15 കയറിയാൽ വൈകുന്നേരം 5:30 എത്തുള്ളൂ. അപ്പോൾ 10-12 മണിക്കൂറിന് പുറത്തുള്ളൊരു യാത്രയല്ലേ. നമ്മൾ പോകുന്നതും അവിടെ ചെന്നിട്ടും കണ്ടിന്യൂസ് വീഡിയോ എടുക്കാനല്ല. അപ്പോൾ ഭയങ്കര ടയേർഡായി പോയാലും ബുദ്ധിമുട്ടാണല്ലോ എന്ന് വെച്ചിട്ടാണ്. മധുര വരെയൊക്കെ പോയപ്പോൾ നമ്മൾ സാധാ സ്ലീപ്പർ ടിക്കറ്റൊക്കെ എടുത്തിട്ട് തന്നെയാണ് പോയത്. അപ്പോൾ ഒരു 8:30 ആയി കേട്ടോ. നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ. ഞാൻ ഇഡലിയൊക്കെ വീട്ടിൽ നിന്ന് രാവിലെ ഉണ്ടാക്കി കൊണ്ടുവന്നുണ്ട്. ഞാനിങ്ങനെ കുറേ നേരമായി വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കഴിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ 2 മണി ഒക്കെ ആയപ്പോൾ എണീറ്റിട്ടാണ് എല്ലാം സെറ്റ് ചെയ്തത്. ഉച്ചത്തേക്കുള്ള ചോറും കൊണ്ടുവന്നു. അപ്പോൾ ചോറും കറികളും ഇഡലിയും ഒക്കെ കൂടി വെച്ചോണ്ട് ഉറക്കം ഭയങ്കര നിന്നുകൊണ്ടേ നല്ല ഉറക്ക ക്ഷീണം ഉണ്ടായിരുന്നു. കുറേ നേരം ഇപ്പോൾ വണ്ടിയിൽ ഇരുന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. എണീറ്റപ്പോൾ ഭയങ്കര വിശപ്പ്. അപ്പം അങ്ങനെ 1:40 സമയം. ഒരു മഴ മൂടലാണ് കേട്ടോ. പുറത്തെല്ലാം അങ്ങനെ ഭയങ്കര വെയിലൊന്നുമില്ല. അത് കാരണം തന്നെ ഇതിനകത്ത് ഭയങ്കര ഒരു തണുപ്പ്.
എനിക്ക് ചൂടത്ര വേണമെങ്കിലും ഞാൻ സഹിക്കും, പക്ഷെ തണുപ്പ് എനിക്ക് കുറച്ച് പ്രശ്നമാണ്. അപ്പം AC-യുടെ ഒരു ഇതുള്ളതുകൊണ്ട് ഒക്കെ അങ്ങനെ ഇരിക്കണം. കുഴപ്പമൊക്കെ അവർ തരും, ഉണ്ട്, കുഴപ്പമൊക്കെ അവിടെ ഉണ്ട്. കുറച്ച് നേരം അവിടെ കിടന്ന് ഉറങ്ങി. ഇപ്പം തിരക്കൊക്കെ നമ്മൾ കയറിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു, ഇവിടെ ഒന്നും സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ, നമ്മളെ സീറ്റ് തന്നെ അങ്ങനെ. പക്ഷേ പിന്നെ അത് കഴിഞ്ഞ ആളുകളൊക്കെ കുറേയൊക്കെ ഇറങ്ങി. തിരുനെൽവേലിയും തിരുച്ചിറപ്പള്ളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ആരും തന്നെ ഇല്ല, ആരോ അങ്ങനെ ഒന്നൊന്നോ ആളുകളൊക്കെ ഉള്ളൂ. സുഖമായിട്ട് കിടന്ന് അങ്ങോട്ട് ഉറങ്ങി. എണീറ്റപ്പോൾ 1:30 പിന്നെ ചോറുണ്ണണം. ചോറും കറികളും ഒക്കെ ആക്കി കൊണ്ടു, എല്ലാം നല്ല ചൂടിനെ കൊണ്ടതാണ്. അപ്പോൾ AC-ലിരുന്നേക്കുമ്പോഴേ തണുത്ത് മരവിച്ചു. കഴിക്കാം. ഞാൻ ഈ ഇല പൊട്ടിപ്പോയാലോ എന്ന് വെച്ചിട്ടാണ് ഈ ഒരു പേപ്പറും കൂടെ വെച്ചിട്ട് പൊഴിഞ്ഞുകൊണ്ട് വന്നത്. ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതാന്നൊക്കെ വീഡിയോയിൽ ചോദിച്ചില്ലേ, ഇത് തന്നെ, ഈ ചോറും പിന്നെതാ ഈ പുളിശ്ശേരി. ഞാൻ വെള്ളരിക്ക ഇട്ടിട്ടാ വെച്ചത്. പുളിശ്ശേരിയൊക്കെ തലേന്ന് വെച്ച് വെക്കണം ചെയ്യും, തലേന്ന് വെച്ച് വെക്കണം, എന്നാലാണ് അതിനൊരു സ്വാദ് ഉണ്ടാവുക. എനിക്കൊരു കൽച്ചട്ടി ഉണ്ട് കേട്ടോ, ഞാൻ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അല്ലേ, ഒരു കല്ലിൻ്റെ ചട്ടി ഉണ്ട്. അപ്പോൾ കൽച്ചട്ടിയിലാണ് പുളിശ്ശേരി വയ്ക്കുക. അത് തലേ ദിവസം വൈകുന്നേരം, ഇന്നലെ ഞാൻ ഒരു രാത്രി 9:30 ആകുമ്പോൾ പുളിശ്ശേരി വെച്ച് വന്നിട്ട് ഇന്ന് രാവിലെ എടുക്കുമ്പോഴാണ് നല്ലൊരു സ്വാദ് ഉണ്ടാവുക. അപ്പോൾ അതാണ് ഇത്. ശരിക്കും നമ്മൾ ഇതുപോലെയുള്ള യാത്രയൊക്കെ പോകുമ്പോഴേ, ഇപ്പം നമ്മൾ ഫുഡ് ബ്ലോഗർമാരാണ്, നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കില്ല എന്ന് പറഞ്ഞാലൊന്നും നടക്കില്ല, അതാണ് നമ്മളെ ജോലി. പക്ഷേ ട്രെയിനിലൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല ഫുഡ് കിട്ടണം. ഒരുപാട് ട്രെയിനൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ മുന്നേയൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൽ നിന്ന് ബിരിയാണിയൊക്കെ മേടിച്ച് മുംബൈക്കൊക്കെ പോയ സമയത്ത് നമ്മൾ 3 ദിവസം ട്രെയിനിൽ തന്നെയായിരുന്നു. അപ്പോൾ നല്ല സൂപ്പർ ബിരിയാണിയൊക്കെ കിട്ടിയിട്ടുണ്ട്, നല്ല ഉപ്പുമാവൊക്കെ. പക്ഷെ എപ്പോഴും നല്ലതല്ല, ചില സമയത്ത് വളരെ മോശവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൊച്ചുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇച്ചിരി കഷ്ടപ്പാടാണ്. കാരണം ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, 5:15 ട്രെയിനാണ് പുറപ്പെട്ടത്. പക്ഷെ ഞാൻ 2 മണിക്ക് ഉറക്കണീക്കേണ്ടി വന്നു, അതൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്കിഷ്ടമുള്ളത് കഴിക്കാമല്ലോ. എനിക്ക് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വെള്ളച്ചോറ് എനിക്ക് അത്ര ഇഷ്ടമല്ല. വെള്ളരി, ഈ ജയ സുരേഖ എന്നൊക്കെ പറയില്ലേ, ചെപ്പാവരിയുടെ ചോറിനോടാണ് കൂടുതൽ ഇഷ്ടം. എന്തും കഴിക്കും, എന്നാലും അതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നാളെയും നാളെ കഴിഞ്ഞും ഒക്കെ തമിഴ് ഫുഡാണല്ലോ കിട്ടുന്നത്, ഇന്ന് ഉച്ചയ്ക്കും കൂടെ ഇത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും നേരത്തെ എണീറ്റിട്ട് ഇത് ചെയ്തുകൊണ്ട് വന്നത്. അപ്പോൾ കുറച്ച് ചിക്കനാണ്, എല്ലാം തണുത്ത് മരവിച്ചുകൊണ്ട് എങ്ങനെയാവും ഇരിക്കുക. ഫ്രൈ ചെയ്തില്ല, മറ്റേ എയർ ഫ്രയറിൽ ഗ്രില്ല് ചെയ്തെടുത്തു. ഇത് മാങ്ങ അച്ചാറാട്ടോ. എൻ്റെ വീട്ടിൽ അച്ചാറില്ലാത്തൊരു സമയം ഉണ്ടാവില്ല, പ്രത്യേകിച്ച് മാങ്ങ. കാരണം ഞാനിങ്ങനെ മാങ്ങയുടെ സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 2-3 സ്റ്റെപ്പായിട്ട് പല തരത്തിൽ, ഇപ്പോൾ കണ്ണിമാങ്ങയോ അല്ലെങ്കിൽ ഇതുപോലെ ഇതിന് ചെത്തുമാങ്ങ എന്ന് പറയും, ഇങ്ങനെ ചെരിച്ച് ചെത്തിയിടുന്നുണ്ട്, നല്ലതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞിടുന്നത് അതങ്ങനെ. അപ്പോൾ ഓരോ സൈസിൽ ഞാനത് അരിഞ്ഞ് അച്ചാറിട്ട് ഫ്രിഡ്ജിൽ വെക്കും, അല്ലെങ്കിൽ കുറച്ച് ദിവസം എനിക്കിങ്ങനെ അലന്ന് വെക്കും. അപ്പോൾ ഫ്രിഡ്ജിലാകുമ്പോൾ അങ്ങോട്ട് ഇരിക്കും. അപ്പോൾ എപ്പോഴും ഏത് മാങ്ങയുടെ സീസണിലും എൻ്റെ അടുത്ത് മാങ്ങ അച്ചാർ കാണും. അപ്പോൾ ഇത് ഇപ്പോഴത്തെ അല്ല, കഴിഞ്ഞ സീസണിലെ മാങ്ങയാണ്. ഇപ്പോഴത്തെ വീണ്ടും മാങ്ങ അതേ വരാൻ തുടങ്ങി, അപ്പോൾ ഇട്ട അച്ചാറ്. പിന്നെ ഇത് കൂടാതെ ഇടയിലൊക്കെ ചിലപ്പോൾ നമ്മുടെ ഏതെങ്കിലും മാർജിൻ ഫ്രീയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇപ്പോൾ യാത്രയൊക്കെ പോകുമ്പോൾ എവിടെയെങ്കിലും മാങ്ങ പറിച്ച് വെച്ചിരിക്കേണ്ടത് കാണുമോ അല്ലെങ്കിൽ മാങ്ങ കാണുമോ ചെയ്താൽ ഞാൻ അങ്ങനെ 1 കിലോ 2 കിലോ ഒക്കെ മേടിച്ചിട്ട് വരും, അച്ചാറിടും, അല്ലെങ്കിൽ വെറുതെ ഉപ്പിലിട്ട് വയ്ക്കും. ചമ്മന്തിയോ മാങ്ങ ചമ്മന്തിയൊക്കെ അരയ്ക്കാൻ നല്ലേ. പിന്നെ ഇന്നിപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും രാവിലെ അരച്ച് വെച്ച് കഴിയുമ്പോൾ ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും ചീത്തയായി പോകും, ചിലപ്പോൾ ചൂടോട് കൂടിയിട്ട് ചോറിൻ്റെ കൂടെയൊക്കെ വെക്കുമ്പോഴേ. അതുകൊണ്ട് ചമ്മന്തി അരച്ചില്ല. ഈ രാവിലെ എളുപ്പം കാലത്തിട്ട് മിക്സി അരച്ച് ബാക്കിയുള്ളവരും കൂടെ ഉറക്കം കളയുണ്ടല്ലോ. ഞാൻ ഇത് 3ാമത്തെ വട്ടമാണ് പോണ്ടിച്ചേരിയിലേക്ക് പോകുന്നത്. അത് ഏറ്റവും രസം എന്ന് വെച്ചാൽ ആദ്യത്തെ തവണ പോകുന്നത് എനിക്ക് തോന്നുന്നു 2005-ലാണ്. അത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ടൂർ പോണത്. 2005-ലോ 2006-ലോ എനിക്ക് അത്ര ഓർമ്മയില്ല, ആ ഒരു സമയത്താണ് എന്തായാലും. അന്ന് ടൂർ പോകുന്നത് ഞാനൊരു സ്റ്റുഡൻ്റായിട്ട് അങ്ങനെയാണ് ടൂർ പോകുന്നത്. ഒന്നും അറിയില്ല, ഭയങ്കര എക്സൈറ്റഡ് ആണ്, എല്ലാ സ്ഥലങ്ങളും കാണാനും ഒക്കെ ഉള്ള ആ ഒരു ആവേശത്തിലാണ് പോകുന്നത്. രണ്ടാമത് പോകുന്നത് 2017-ലാണ്. 2017 പോകുന്നത് ടീച്ചറായിട്ടാണ്. സംസ്കൃത കോളേജിൽ നിന്ന് കുട്ടികളെയും കൊണ്ട് ടൂർ പോയതാണ് പോണ്ടിച്ചേരിയൊക്കെ. അപ്പോൾ അങ്ങനെ അന്ന് പോകുന്നത്. അന്ന് പക്ഷേ ഞാൻ ഒരു പ്രാവശ്യം പോയ സ്ഥലമാണ്. ഒപ്പം എൻ്റെ കയ്യിലൊരു ഉത്തരവാദിത്വം കൂടി ഉണ്ട്, കാരണം അധ്യാപികയാണ്, കുട്ടികളെ കൂടെ എസ്കോർട്ടിങ് ടീച്ചറായിട്ട് പോകുന്നതാണ്. ഇത് 3ാമത്തെ വട്ടമാണ്. ഇപ്പോൾ ഞാൻ പോകുന്നത് ഇത് രണ്ടുമല്ല. ഇന്നിപ്പോൾ നമ്മളൊരു വ്ളോഗിങ്ങിൻ്റെ ഒരു സാധാരണ ഒരു യാത്രയുടെ ഒരു സാധനമേ ഇല്ല, ഒരു വ്ളോഗ് ചെയ്യാൻ പോകും, ഒരു യൂട്യൂബർ അങ്ങനത്തെ ഒരു സാധനത്തിലാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ മറ്റ് 2 യാത്രയും കുറച്ചൊക്കെ ആസ്വദിക്കാൻ പറ്റും, ഇങ്ങനത്തെ യാത്രകളിൽ തീരെ ആസ്വദിക്കാൻ പറ്റില്ല.
കാരണം നമ്മൾ ഭയങ്കര ഹെക്ടിക് ആയിട്ടുള്ള ഷൂട്ടായിരിക്കും. ചെന്ന് കഴിയുമ്പോൾ മുതൽ ഓരോ സ്പോട്ടുകളും നമ്മൾ പോകണം. കാരണം ഇതൊന്നും മുൻകൂട്ടി നമ്മൾ പറഞ്ഞ് അങ്ങനെയൊന്നും പോകുന്ന അങ്ങനത്തെ അത്രയും പ്ലാൻ ഷൂട്ടൊന്നുമല്ല. നമ്മളവിടെ ചെന്ന് ഇതിനെ ഫുൾ കവർ ചെയ്യണം. ജസ്റ്റ് ഫുഡ് മാത്രമല്ലല്ലോ, പോണ്ടിച്ചേരിയുടെ ഏകദേശം എന്തൊക്കെയാണ് ടൂറിസ്റ്റ് അട്രാക്ഷൻസ് എന്നുള്ളത്. കാരണം ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് മനസ്സിലാവണം എങ്ങനെയാണ് പോണ്ടിച്ചേരിയിലേക്ക് എത്തുക, അവിടെ ഒരു ദിവസം കൊണ്ട് നമുക്ക് എന്തൊക്കെ അവിടെ കാണാൻ പറ്റും, എങ്ങനെയാണ് അത് നമ്മൾ അതിനൊന്നൊരു സമയം നമുക്കൊരു ഇത് കിട്ടണം, ഒരു ഐഡിയ കിട്ടണം. പോണ്ടിച്ചേരിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇന്നതൊക്കെ കാണണം, ഇന്ന സ്ഥലത്ത് അത്യാവശ്യം തിരക്കേടില്ലാത്ത ഫുഡ് കിട്ടും എന്നുള്ളൊരു സാധനമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം നടക്കും അറിയില്ല. പറഞ്ഞതുപോലെ നമുക്ക് ഒരു മുൻപരിചയം ഇല്ലാത്തൊരു സ്ഥലമാണ്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് വണ്ടിയില്ലല്ലോ. നമ്മൾ ട്രെയിനിൽ ചെന്നിറങ്ങുമ്പോൾ നമുക്ക് ഉടനെ തന്നെ ഒരു സ്കൂട്ടർ എടുക്കണം, 2 വീലർ റെൻറ്റിന് കിട്ടും. അപ്പോൾ അതെടുത്തിട്ട് വേണം, അതിൽ വേണം ഇനി ബാക്കി കാഴ്ചകളൊക്കെ കാണാൻ പോകാൻ. അപ്പം നമ്മൾ വില്ലുപുരത്ത് എത്തി. ഇനി പോണ്ടിച്ചേരിക്ക് ട്രെയിൻ ഇപ്പം ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ട്രെയിന് പോവാം, ബസ്സൊന്നും നമുക്ക് അറിയില്ലല്ലോ. ഇവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുവാണേ. ഇതാണ് ടിക്കറ്റ്. അപ്പോൾ 20 രൂപ, അതായത് 2 ആൾക്ക് 10 വെച്ചിട്ടെ. അപ്പം ഞാനതിനെ സംശയിച്ച് നിൽക്കുകയാണ്, ഇത്ര രൂപ തന്നെ ഉള്ളൂ ടിക്കറ്റിനെന്ന് വിചാരിച്ചിട്ട്. ഞാൻ 500 രൂപ ഒക്കെ എടുത്ത് കൊടുത്തത്. എനിക്ക് ഒരുപാട് പൈസ ആവശ്യച്ചിട്ട്. പക്ഷെ പാസഞ്ചർ ട്രെയിനാണ് വരാൻ പോകുന്നത്, അതുകൊണ്ടായിരിക്കും. അപ്പോൾ വില്ലുപുരത്തുനിന്ന് പോണ്ടിച്ചേരിക്ക് ട്രെയിൻ ഉണ്ട്. ഇതിപ്പോൾ ട്രെയിനിൻ്റെ സമയം വരുന്നത് 5:50 മെമു. വില്ലുപുരം പോണ്ടിച്ചേരി മെമു എന്നാണ് ഇതിന് പറയാം. അപ്പോൾ നമ്മൾ വരുന്ന എഗ്മോർ കറക്റ്റ് ടൈമിലൂടെ എത്തിക്കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയാലും കുഴപ്പമില്ല, ഈ മെമു കിട്ടും കേട്ടോ. നേരെ ഇറങ്ങുമ്പോൾ തന്നെ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഇതുപോലെ 10 രൂപയുടെ, ഒരാൾക്ക് 10 രൂപയാണ്, 10 രൂപയുടെ ജനറൽ ടിക്കറ്റ് എടുക്കുക, നേരെ വന്ന് മെമുവിൽ കയറിയിരിക്കുക. ഇത് പോണ്ടിച്ചേരി വരെയേ ഉള്ളൂ, പിന്നെ വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. 38 കിലോമീറ്ററാണ്, ഏകദേശം ഒരു 1 അവർ അടുപ്പിച്ചെടുക്കുന്നുണ്ട്. 10 രൂപയേ ഉള്ളൂ. നെല്ലും പാടവും ഒക്കെയാണ് കൊയ്തിട്ടേക്കണേ. നമുക്ക് ആലപ്പുഴ കൂടെയൊക്കെ പോകുമ്പോൾ ഉള്ള മാതിരിത്തെ കാഴ്ചയാണ്, തെങ്ങും ഒക്കെ ആയിട്ട്. നല്ല കാറ്റാണ് ഇവിടെ, നല്ല രസം. സമയം 6:30 നമ്മളിപ്പോൾ ഇറങ്ങാറായി. ഇവിടെ ഇങ്ങനെ കുറേ സ്ഥലത്തൊക്കെ ഈ കാറ്റാടി മരങ്ങൾ ഏക്കർ കണക്കിനൊക്കെ കൃഷി ചെയ്തിട്ടേക്കുവാണ്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു നമ്മൾ ഈ കാറ്റാടി കഴകൾ വിൽപ്പനയ്ക്ക് എന്നൊക്കെ ബോർഡ് കാണില്ലേ, അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. ഞാൻ ഒരു പുഴയാ തോന്നുന്നു, പുഴയോ തോടോ, ഒരു പാലത്തുമ്മ കൂടെയാണ് ഇപ്പം ട്രെയിൻ പോണത്. അതിൽ നിറയെ ആമ്പൽ ചെടികളും. പുഴയാണ് തോന്നുന്നു അല്ലേ, അങ്ങ് ദൂരെ വരെ ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ 5:15 തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയ യാത്ര 6:45 വൈകുന്നേരം 6:45 പോണ്ടിച്ചേരി പുതുച്ചേരിയിലെത്തി കേട്ടോ. വിശ്രമിക്കാൻ സമയമില്ല, നമ്മൾ നേരെ വീഡിയോ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പോവാം. അപ്പോൾ പോണ്ടിച്ചേരിയിലെ ഡേ 2 ആണ്. നമുക്ക് കുറേ സ്ഥലങ്ങൾ പോകാനുണ്ട്, കുറേ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇന്നിപ്പോൾ രാവിലെ തന്നെ തുടങ്ങുക. പോണ്ടിച്ചേരിയിൽ വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ താമസം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യാൻ പറ്റും. ഗോബിഗോയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ അങ്ങനത്തെ ആപ്പുകൾ വഴി ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഈ സോളോ ട്രിപ്പൊക്കെ വരുന്ന പെൺകുട്ടികൾക്കാണെങ്കിൽ ഡോർമെട്രി പോലെയുള്ള അതായത് ചെറിയ ബഡ്ജറ്റിലുള്ള സാധനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതല്ലാതെ നിങ്ങളൊരു അത്യാവശ്യം ഒരു AC ഹോട്ടൽ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എപ്പോഴും ഇങ്ങനെ വിദേശികളും ഒക്കെ വന്നു പോകുന്നൊരു സ്ഥലമായതുകൊണ്ട് വളരെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വളരെ സേഫുമാണ് കേട്ടോ. അതും റെയിൽവേ സ്റ്റേഷനാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് നിൽക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ട് കുറേ സ്ഥലങ്ങളുണ്ട്. നിങ്ങൾ നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്യണമായിരിക്കും നല്ലത്. പിന്നെ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് വണ്ടി 2 വീലർ ഇവിടെ കിട്ടും യഥേഷ്ടം. ഓട്ടോയും ബസ്സും ഒക്കെ ഉണ്ട്, പക്ഷെ അതിന് എത്രത്തോളം എന്ന് എനിക്കറിയില്ല. പക്ഷേ എല്ലാവരും 2 വീലറാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പം നമ്മളിനി 2 വീലർ എടുക്കാൻ പോവുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ കുറേ യാത്രകളുണ്ടല്ലോ, അപ്പോൾ ആദ്യം പോയി 2 വീലർ റെൻറ്റിന് കൊടുക്കണ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കാം. വാ. ഇതിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഹാപ്പി റൈഡ് ബൈക്ക് റെൻ്റൽ. അപ്പോൾ കുറേ നമ്മുടെ സ്കൂട്ടറുകളാണ് കൂടുതലും, ബൈക്കില്ല തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരെണ്ണം ചോദിക്കാം. അതും വെസ്പയാണല്ലോ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ഇവിടത്തെ ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ ഞങ്ങളിത് ഈ വെസ്പ എടുത്തു, കാരണം നമുക്ക് കുറച്ച് ലോങ് 10-15 കിലോമീറ്റർ പോകണമല്ലോ. പിന്നെ സാരിയാണ്, എനിക്ക് 1 സൈഡ് ഇരിക്കണം, ഇടയ്ക്ക് ഓടിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് നല്ല വണ്ടി എടുക്കുക. വണ്ടി അനുസരിച്ചാണ് റേറ്റ് അല്ലേ. ഏറ്റവും ചെറിയ ബഡ്ജറ്റ് എത്രയാണ്? അല്ല ചെറിയ ബഡ്ജറ്റ് ഏതാണ്? சிறிய பட்ஜெட் நம்ம ரொம்ப ரெஃபர் பண்ணாது, பட் கமர்ஷியல் பர்பஸா வருது இல்லையா, மெடிக்கல் ட்ரிப் இந்த
300 മുതലുണ്ട്. പക്ഷെ നമ്മളുടെ ഒരു കംഫർട്ടബിൾ ഉണ്ടല്ലോ, കുറച്ച് നല്ല വണ്ടി അങ്ങനെയൊക്കെ പറയുമ്പോൾ വെസ്പയാണ് കുറച്ചും കൂടി നല്ലത്. പിന്നെ അല്ലാതെ ബുള്ളറ്റ് പോലെയുള്ള അങ്ങനത്തെ ബൈക്കുകളൊക്കെ ഇവിടെ കിട്ടൂട്ടെ. ഇവരെ ഫോൺ നമ്പറും എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തും ഫോൺ ചെയ്താൽ ഇവർ കൊണ്ടുതരും. ഇവിടെ തന്നെ വരണം എന്നില്ല, വിളിച്ചാൽ മതി, വണ്ടി എത്തിച്ച് വരെ തരും. ഞാനപ്പോൾ ഈ നീല വെസ്പയാണ് കേട്ടോ എടുക്കുന്നത്. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളിവിടെ ID പ്രൂഫ്, ആധാറോ അങ്ങനെ എന്തെങ്കിലും ID പ്രൂഫ് കൊടുക്കണം. പിന്നെ ഇതുപോലൊരു ഫോം, വണ്ടി നമ്മൾ എടുത്തുകൊണ്ട് പോയ വണ്ടി, അതിൻ്റെ സമയം, നമ്മളെ ഫോൺ നമ്പർ, നമ്മളെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കണം. അപ്പോൾ അത് എഴുതിക്കൊണ്ടിരിക്കുക. ഇത് കൊള്ളാമല്ലേ, നമ്മളറിയാത്ത സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ. ഇപ്പോൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട് കാർ കൊണ്ടൊന്നും പോകാൻ പറ്റാതെ. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് ചെല്ലുമ്പോൾ ഇതുപോലെ, എല്ലാ നാട്ടിലും ഇതില്ല, പക്ഷേ തിരുവനന്തപുരത്തൊക്കെ തുടങ്ങേണ്ടതാണ്. വേറെ നാട്ടിൽ നിന്നൊക്കെ പത്മനാഭസ്വാമി ക്ഷേത്രമൊക്കെ കാണാൻ, വലിയ ബീച്ചൊക്കെ കാണാൻ വരുന്ന ആളുകൾക്ക് എത്തിക്കഴിയുമ്പോൾ എപ്പോഴും നമ്മൾ ഓട്ടോ അങ്ങനത്തെ സാധനങ്ങളാണ്. ഇതുപോലെ ഒരു 2 വീലറൊക്കെ റെൻറ്റിന് കിട്ടും. ഇപ്പോൾ വലിയ പൈസ ഒന്നല്ലല്ലോ. നമ്മൾ 500 രൂപ അല്ലെങ്കിൽ 600 രൂപയ്ക്ക് നമ്മളൊരു വണ്ടി എടുക്കുക, നമുക്കൊരു ഫുൾ ഡേ ആണ്. നമ്മളൊരു ഊബർ പിടിക്കണമെങ്കിലോ അല്ലെങ്കിൽ എത്ര പൈസയാവും. ഇത് നമ്മളെ സൗകര്യാർത്ഥം നമുക്ക് യാത്ര ചെയ്യാം, എവിടെ വേണേൽ കൊണ്ട് പാർക്ക് ചെയ്യാം. അത് സുഖമല്ലേ? എല്ലായിടത്തും തുടങ്ങേണ്ട സംഗതിയാണ്. செக்யூரிட்டி வேண்டாம். ஐடி இல்ல, சாஃப்ட் காப்பி, ஆதார் வந்து ஆன்லைன்ல 50 ரூபீஸ் டவுன்லோட் பண்ணோம் இல்லையா, அதனால நம்ம அதை ரொம்ப ரெஃபர் பண்ண மாட்டோம். ஐடி இல்லாத ரீசனுக்காக 1000 எக்ஸ்ட்ரா கொடுத்தீங்கன்னா திரும்ப அது ശരി ശരി. അതായത് ഇവർ പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ID പ്രൂഫ് കൊടുത്ത് അങ്ങനെയും വണ്ടി എടുക്കാം. അപ്പോൾ അല്ലാതെ 1000 രൂപ കൊടുത്ത് ഞങ്ങൾ വണ്ടി എടുക്കുക, അപ്പോൾ ബാക്കി നമ്മൾ കൊടുക്കുമ്പോൾ തിരിച്ച് പൈസ തരും. എന്നുവെച്ചാൽ അവരുടെ വണ്ടി അവർ തന്നു വിടുന്നല്ലേ, ഒരു ഉറപ്പിന് വേണ്ടിയിട്ട്. അതാ എല്ലാ വാഷൊക്കെ ചെയ്താണ് കേട്ടോ തരുന്നത്. നമ്മൾ വന്ന് വണ്ടി എടുത്തു, പേയ്മെൻറ്റ് അടച്ചു. മുൻകൂട്ടി 1500 രൂപ ഞാനങ്ങ് കൊടുത്തു. അപ്പോൾ ബാക്കി നമ്മൾ വരുമ്പോൾ തിരിച്ചു തരും. അപ്പോൾ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇപ്പോൾ ഇവിടെ ആരോട് ചോദിച്ചാലും പറഞ്ഞു ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇവിടെ നല്ല നീറ്റായിട്ട് അവരുടെ ഡീലൊക്കെ ചെയ്യണമെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നമ്മൾ വരുമ്പോൾ തന്നെ, നമ്മൾ ഈ നാട്ടുകാരല്ല, നമുക്ക് ഭാഷ അറിയില്ലൊക്കെ ഉണ്ടല്ലോ, അവരത് ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. വണ്ടി ആയാലും ഞാൻ പറയില്ലേ, കഴുകി വൃത്തിയാക്കി. ഇതുപോലത്തെ മാത്രമല്ല, ഗിയർ ബൈക്കുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, അവിടെ ട്രെയിൻ ഇറങ്ങുന്ന നേരെ ഇങ്ങോട്ട് വരാം. കാരണം ഇതിന് കുറേ ഏജൻറ്റുമാരൊക്കെ ഉണ്ടാവും. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മളടുത്ത് ബൈക്ക് എടുത്ത് തരാം, ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ അവർക്ക് അതിൻ്റെ കമ്മീഷൻ കൂടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളിപ്പോൾ ഈ എടുത്ത്, ഞാനിപ്പോൾ 500 രൂപയ്ക്കാണ് വെസ്പ ഒരു ദിവസത്തേക്ക് എടുത്തിട്ടുള്ളത്. ഈ ഒരു പൈസയ്ക്ക് നമുക്ക് കിട്ടൂല. അത് അവർ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ നേരിട്ട് വന്നാൽ ഞങ്ങളത് ഡിസ്കൗണ്ടൊക്കെ ചെയ്തു തരാം. പക്ഷേ വേറെ ആരെങ്കിലും ഏജൻസി വഴിയൊക്കെ വരുമ്പോൾ അവരവരുടെ കമ്മീഷനോട് ചേർത്തിട്ട് ചിലപ്പോൾ 1000 രൂപയും ഒക്കെ ചിലപ്പോൾ നിങ്ങളുടെ അതിന് മേടിച്ചെടുക്കും. അത് ശ്രദ്ധിക്കുക. ഇവിടെ ഒന്നും അറിയാനില്ല. ഞാനിപ്പോൾ 3ാമത്തെ വട്ടമാണല്ലോ വരുന്നത്. ഇന്നലെ രാത്രിയൊക്കെ നമ്മളിതിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നു ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ എനിക്ക് തോന്നിയിട്ട് ഭയങ്കര ലേഡീസ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്ഥലമാണ് പോണ്ടിച്ചേരിയിൽ. ഇതിന് മുമ്പ് വരുമ്പോഴൊക്കെ 2006 വരുമ്പോഴും 2017 വരുമ്പോഴും തോന്നിയിട്ടുണ്ട്. എല്ലാ രാത്രി 9 മണി 10 മണിക്കും ഒക്കെ ഇവിടെ സ്ത്രീകളൊക്കെ ജോലി കഴിഞ്ഞ് സൈക്കിളിലും സ്കൂട്ടറിലും ഒക്കെ അവർ സ്വന്തമായിട്ട് യാത്ര ചെയ്യുന്ന സ്ഥലം, അങ്ങനത്തെ ഒരു സ്ഥലവും ആണ് ഇവിടെ. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് വരുന്നവർ ആദ്യം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങുന്നതിലും നമുക്ക് ഫ്രഷപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫ്രഷ് ചെയ്യുക. നല്ല ഭക്ഷണം, അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരുപാട് കടകൾ, ചപ്പാത്തി, മുട്ടക്കറി, അങ്ങനെ ഒരുപാട് ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. എന്നതേലും കഴിക്കാം. നേരെ ഇവിടെ വന്ന് ഒരു വണ്ടി എടുക്കുക. അതോ അപ്പുറത്തൊക്കെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഞങ്ങളിപ്പോൾ ആദ്യം കണ്ടത് ഇതായതുകൊണ്ട് ഇവിടെ നിർത്തും. അപ്പം നമ്മളത് യാത്ര തുടങ്ങുകയാണ്. വണ്ടി കിട്ടിയിട്ടോ, നല്ല രസമുണ്ട് ഓടിച്ചപ്പോൾ. ഹെൽമെറ്റൊക്കെ ഉണ്ട്. ഹെൽമെറ്റും എല്ലാം കൂടെ ചേർത്താണ് അവർ തരുന്നത്. അപ്പം നമ്മൾ ഇവിടുത്തെ പോണ്ടിച്ചേരിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഓറോവില്ലി എന്ന് പറഞ്ഞാൽ, അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി അവിടെ പോയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. പോണ്ടിച്ചേരിയിലെ ഒരു മെയിൻ അട്രാക്ഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് എറോവിൽ മാതൃമന്ദിർ എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ നമ്മൾ വന്നു. പാർക്കിംഗ് എല്ലാത്തിൻ്റെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലുണ്ട് കേട്ടോ. പാർക്കിങ്ങിൽ വണ്ടി വെച്ചു. സ്കൂട്ടറിനൊക്കെ ആണെങ്കിൽ 50 രൂപയാണ് പാർക്കിംഗ്. ഇനി നടക്കണം, ഇവിടം വരെ വണ്ടി വരും. അപ്പോൾ നമുക്കിനി അകത്തേക്ക് നടക്കണം. കുറച്ചുണ്ട് നടക്കാൻ. ബാ. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് വെച്ചും അങ്ങോട്ട് പോവുകയാണ് ഉള്ളിലേക്ക്. ഇനി പാസ്സൊക്കെ എടുക്കണം. പോണ വഴിയിൽ ഇവിടെ വെള്ളവും ഒക്കെ, കരിക്ക്, ഐസ്ക്രീമൊക്കെ കിട്ടുന്ന കുറച്ച് ഷോപ്പൊക്കെ ഉണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ കിട്ടുമോയെന്ന് അറിയില്ലല്ലോ. അത് തന്നെ ഒരു കരിക്ക് മേടിച്ച് കുടിച്ചതാണ്. നമ്മൾ പോണ്ടിച്ചേരിയിൽ നിന്ന് വരുവാണെങ്കിൽ ഒരു 15 കിലോമീറ്ററിനകത്താണ് ഇവിടെ വരേക്കുള്ള ദൂരം. പിന്നെ നല്ല നട്ടപ്പുറ വെയിലാണ്, ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. അതുകൊണ്ട് ഭയങ്കര വെള്ളം ദാഹമൊക്കെ ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ വരുമ്പോൾ ഏറ്റവും സാധ്യത, നമ്മൾ ഡീഹൈഡ്രേഷൻ സംഭവിക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. ഒന്നെങ്കിൽ വെള്ളം നമ്മുടെ കയ്യിൽ കരുതുക, അതല്ലെങ്കിൽ കാണുന്ന സ്ഥലത്തുനിന്ന് ഇതുപോലെയുള്ള ഇതൊക്കെ മേടിച്ച് പിടിക്കുക. കാരണം ഇതാവുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ ജ്യൂസോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും അത് പിടിക്കണമെന്നില്ല, വയറിനൊക്കെ. അതുകൊണ്ട് കരിക്കും വെള്ളമാകുമ്പോൾ പിന്നെ സേഫാണല്ലോ.
മാതൃമന്ദിറിൻ്റെ ഒരു ചെറിയ രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. കാരണം എല്ലാ ആളുകൾക്കും മാതൃമന്ദിറിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റൂല. ഒരു 3 ദിവസം മുന്നെങ്കിലും നമ്മൾ പാസ് എടുക്കണം. മാത്രമല്ല അതൊരു മെഡിറ്റേഷൻ, യോഗ അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്ന വളരെ സൈലൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ആളുകൾക്ക് പറ്റിയൊരു സ്ഥലമാണ്. മന്ദിറിൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ ദേ ഇതുപോലെയാണ് ഉണ്ടാവുക. ഇത് മാതൃമന്ദിർ വ്യൂ പോയിന്റിലേക്ക് പോകാൻ വേണ്ടിയുള്ള നമ്മുടെ എൻട്രി പാസ്സാണ്. അതിന് പ്രത്യേകിച്ച് അങ്ങനെ ഫീസോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ ഇവിടെ പാസ് തരാൻ വേണ്ടി ഇരിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഇത് മേടിക്കുക. ഇവിടെ നിന്ന് വണ്ടികളുണ്ട്, കാരണം കുറച്ചധികം ദൂരം നടക്കാനുണ്ട്. അപ്പോൾ കുറച്ച് പ്രായമായവർക്കോ നടക്കാൻ പറ്റാത്ത ആളുകളുണ്ടാവില്ലേ, അങ്ങനെയുള്ളവർക്കാണെങ്കിൽ വണ്ടികളിൽ പോവാം. കൂടുതൽ പേരും വണ്ടി എടുത്തിട്ടാണ് പോവുക. ഇവിടെ കുറേ സാധനങ്ങൾ മേടിക്കാൻ കിട്ടും, പക്ഷേ കൂടുതലും ഒരു ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങളാണ് കിട്ടുക. കാരണം ഇതങ്ങനെ ഒരു സമാധാനം, അതിനെ സംരക്ഷിക്കുന്ന ഒരിടം കൂടിയാണ്. പ്രകൃതി എല്ലാം അത്തരത്തിലുള്ള ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ വരുന്ന ആളുകളും ഈ ഇതിൽ തന്നെ എഴുതി തന്നിരിക്കുന്നതാണ്. അത് നമ്മളത് കീപ്പ് ചെയ്യണം. ഭയങ്കര ബഹളം വെച്ച് ഇവിടെ ഒന്നും നശിപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഇതുപോലെയുള്ള കുറേ ക്ലോത്ത് ബാഗുകൾ, ക്ലോത്തിൽ ചെയ്തിട്ടുള്ള തൊപ്പി, നല്ല രസമുണ്ട്. ഈ കലങ്കാരി പ്രിൻറ്റിലൊക്കെ വരുന്ന ഫോറിനേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഈ ഒറോവില്ലിയുടെ ഒരു ചരിത്രം തന്നെ അതാണ്. ഇത് ഇന്ത്യയുടെ ഒരു പൊതുസ്വത്ത് എന്നുള്ളൊരു സാധനത്തിലല്ല. ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അവർക്കിടെ മതമോ ജാതിയോ വർണ്ണമോ രാഷ്ട്രീയമോ ഒന്നും ഇവിടെ പ്രശ്നമല്ല. ഇതൊന്നും ഇവരെ ബാധിക്കില്ല. അതൊന്നും ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്നവർക്ക് മാത്രമാണ് ഒറോവില്ലിൽ താമസിക്കാനും പറ്റുള്ളൂ. എന്ത് രസമുള്ള സ്ഥലം നോക്ക്. നല്ല ചൂടാണ്, പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും. പുറമേ നിന്ന് നമ്മൾ കയറി വരുന്ന സമയത്തെ നിറയെ മരങ്ങളുമൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട്, പിന്നെ കുറേ സാധനങ്ങൾ വാങ്ങാനുള്ള ഈ ക്രാഫ്റ്റ് അങ്ങനത്തെയൊക്കെ കുറേ ഷോപ്പുകൾ ഇവിടെ തുടക്കം മുതൽ ഉണ്ട് കേട്ടോ. തമിഴ്നാട്ടിലെ വില്ലുപുരം ജില്ലയിലാണ് കേട്ടോ ഒറോവിൽ സ്ഥിതി ചെയ്യുന്നത്. ഒരു ഗ്ലോബൽ വില്ലേജ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒരുമിച്ച് ഇവിടെ കഴിയും. അവർക്ക് ജാതിയോ മതമോ വർണ്ണമോ രാഷ്ട്രീയമോ ഇതൊന്നും ഉണ്ടാവില്ല. പോണ്ടിച്ചേരിയിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ ട്രാവൽ ചെയ്താലാണ് ഒറോവിലെത്തുക. 1960 ഇന്ത്യ ഗവൺമെൻറ്റാണ് ഈ ഒറോവിൽ എന്ന് പറഞ്ഞ നഗരം നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് അരബിന്ദോ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് 1968 മിറ അഫ്സല അവരാണ് ഒറോവിൽ സ്ഥാപിച്ചതെന്ന് പറയുന്നുണ്ട്. അരബിന്ദോയുടെ തന്നെ ഒരു ഡിസിപ്പിളായിരുന്നു അവർ. ഒറോവിൽ ആരുടെയും ഒരു സ്വകാര്യ സ്വത്തല്ല, അതായത് ആർക്കും അതിനകത്ത് അങ്ങനെ ഒരു അവകാശമില്ല. പക്ഷേ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ഇവിടേക്ക് സ്വാഗതം. ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് താമസിക്കാം. അവർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ ഒരു നിയമമുണ്ട്, ആ നിയമം അനുസരിച്ച് വേണം ജീവിക്കാൻ. ഇവരുടെ ഒരു വരുമാനം എന്നൊക്കെ പറയുന്നത് കുറേ ക്രാഫ്റ്റ്, കളിമണ്ണ് കൊണ്ടുള്ള സാധനങ്ങൾ, ബാഗ്, ജൂട്ടിൻ്റെ ഒക്കെ നിർമ്മിച്ചുള്ള കുറേ സാധനങ്ങൾ വിൽക്കുന്ന സ്റ്റോളുകളുണ്ട്. അതൊക്കെ തന്നെയാണ് ഇവിടെ എത്തുന്ന ആളുകൾ അതൊക്കെ വാങ്ങുന്നത് തന്നെയാണ് ഇവരുടെ ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത്. നമ്മൾ കാടിൻ്റെ നടുക്കിൽ കൂടെ നടക്കണ മാതിരി ഉണ്ട് കേട്ടോ കുറേ സ്ഥലമൊക്കെ. ഇത് നമ്മൾക്ക് തിരിച്ചു പോകുമ്പോഴാണ് ഈ വണ്ടി ഉള്ളത്. ഇങ്ങടേക്ക് നടന്ന് തന്നെ വരണം. അതൊരു പക്ഷേ ആളുകൾ നടന്നൊക്കെ കാണട്ടെ എന്ന് വെച്ചിട്ടായിരിക്കും. നമ്മളപ്പോൾ അതുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുക. 1.5 കിലോമീറ്ററാണ് നടക്കാനുള്ള ദൂരം. കുറേ നേരമായിട്ട് നടക്കുക. അപ്പോൾ ഏകദേശം എത്താനായി. ഈ നിൽക്കണ ഒരു മരം കണ്ടോ, ആൽമരത്തിൽ നിന്ന് വേരുകൾ പോയി അത് ഓരോന്നും നിലത്ത് ഇങ്ങനെ പിടിച്ച് ഒരു ആലിൻ്റെ ഒരു കാടായി മാറിയേക്കുക. ഭയങ്കര ചൂടുണ്ടല്ലോ, അപ്പോൾ ആളുകളൊക്കെ വന്നിട്ട് വിശ്രമിക്കണ ഒരു സ്ഥലവും കൂടിയാണ് ഇത്. ഭയങ്കര രസമായി അതിനകത്തിരിക്കുക. ഒറോവിൽ വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ മാതൃമന്ദിർ എന്ന് പറയുന്നത് കേട്ടോ. ശരിക്കും ഒരു 3 ദിവസം മുന്നെങ്കിലും നമ്മൾ ബുക്ക് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ലല്ലോ, അങ്ങനൊരു ഇതുണ്ട്. ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ എന്നാന്ന് വെച്ചാൽ അത് ശരിക്കും കുറച്ച് യോഗ, മെഡിറ്റേഷൻ അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ വേണ്ടി മാത്രമുള്ള ഒരു സ്പേസാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഒറോവിൽ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സമാധാനം അതിൻ്റെ സ്ഥലമാണ്. അങ്ങനെ വലിയ ബഹളങ്ങളോ ഇവിടെ ഇപ്പോൾ പുറമേ നിന്നും വേറെ സ്ഥലത്ത് നിന്നൊക്കെ വരുന്ന ആളുകൾ സംസാരിക്കുന്നതല്ലാതെ അങ്ങനത്തെ വലിയ ഒച്ചപ്പാടൊന്നുമില്ല. കാട് പോലെ കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ഒരു നടത്തം, കുറേ കാഴ്ചകൾ, യഥേഷ്ടം നടക്കണ പൂമ്പാറ്റകളും അണ്ണാറക്കണ്ണന്മാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങനത്തെ ഒരു ഇതാണ്. അത് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമാണ് ഒറോവിൽ ഇഷ്ടപ്പെടുള്ളൂ. പിന്നെ നടക്കണം 1.5 കിലോമീറ്റർ നമ്മൾ ഈ നട്ടപ്പുറ വെയിലത്ത് നടന്നിട്ടാണ് ഇവിടേക്ക് വന്നത്. ഇനി തിരിച്ചു പോകുമ്പോൾ ഒരു 500 മീറ്റർ നടന്നു കഴിഞ്ഞാലാണ് പിന്നെ വണ്ടിയൊക്കെ ഉള്ള സ്ഥലത്തേക്ക് എത്തുക. അവിടെ നിന്ന് പിന്നെ വണ്ടിയിൽ അവർ കൊണ്ടുപോകും. അത് ഫ്രീ ആണ്, അതിന് പ്രത്യേകിച്ച് ചാർജൊന്നുമില്ല. അപ്പോൾ ഇതാ കണ്ടോ, ഇതാണ് മാതൃമന്ദിർ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. നേരത്തെ ഇതിന് ഞങ്ങൾ ആദ്യം വരുന്ന സമയത്ത് ഇതിലും അങ്ങനെ ഈ സ്ഥലങ്ങളെല്ലാം പുല്ല് പിടിപ്പിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോൾ പക്ഷേ മരത്തിൻ്റെ ഒക്കെ ഇല കൊഴിഞ്ഞു. ഈ വേനലല്ലേ, കുറച്ചുകൂടി കഴിഞ്ഞൊരു മഴ തുടങ്ങി വരികയാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ എന്തൊക്കെയോ പണികൾ നടക്കുകയാണ് ഇവിടെ. മൊത്തം JCB ഒക്കെ കൊണ്ടിട്ടിട്ട് പണിയാണ്. വേറെ എന്തൊക്കെയോ പുതിയതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 6 മാസമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ ഈ ഒരു ഫേസ് ആവില്ല കാണാം.
എന്ത് രസമാണെന്ന് നോക്കി. അതൊരു ബിൽഡിംഗ് ആണെന്നൊന്നും ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവേ ഇല്ല. ഒരു ഗ്ലോബ് അങ്ങനെ തന്നെയാണ് പറയുന്നത് തോന്നുന്നു അല്ലേ? ആരോ വലിയ ഗ്ലോബ് ഇരിക്കണ മാതിരിയാണ് തോന്നുന്നത്. അപ്പം നമ്മൾ തിരിച്ച് വണ്ടിയിലാണ് പോണേന്ന് പറഞ്ഞില്ലേ, അതിനുള്ള ബസ്സാണ്. ഇവിടെ വന്ന് നമ്മൾ ക്യൂ നിൽക്കണം. അപ്പം അതിനനുസരിച്ച് വണ്ടി വന്ന് കയറ്റി കൊണ്ടുപോകും കേട്ടോ. നടന്ന് തളർന്നു. അപ്പം നമ്മളിനി ഇവിടെ ഭക്ഷണം കഴിക്കണമെങ്കിൽ അതിനുള്ള കൗണ്ടറുകളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ഉണ്ട്. നമ്മളിപ്പോൾ കഴിക്കുന്നില്ല, നമ്മൾ പോവുകയാണ് അടുത്ത സ്ഥലത്തേക്ക്. അപ്പോൾ തിരിച്ച് അവർ ബസ്സിൽ കൊണ്ടുവരും, ഇവിടെ ഇറക്കി വിടും. ഇനി നമ്മളെ സ്കൂട്ടർ വെച്ചിട്ടുള്ളോട്ട് പോയിട്ട് വണ്ടി എടുത്ത് പോവാം. നടന്ന് കുറേ തളർന്നതല്ലേ. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഒറവിൽ നിന്ന് വരുമ്പോൾ ഒരു 7-8 കിലോമീറ്ററാണ് ഇവിടേക്ക് വരിക. ചിന്നക്കൽപ്പേട്ട് എന്നാണ് സ്ഥലത്തിന് പറയാം. അപ്പോൾ ഇവിടെ ഒരു കാന്താരമ്മൻ ക്ഷേത്രമുണ്ട്, പിന്നെ ഐസ് പ്ലാൻ റോഡ്, അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ വീട്ടിലെ ഊണാണ്. ഹോംലി മീൽസ് സുഖു ആൻഡ് ആറുമുഖം എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ മാപ്പിൽ ഓൾറെഡി ലൊക്കേഷൻ കിട്ടും. നമ്മുടെ സ്വാദുമായിട്ട് ഭയങ്കര വ്യത്യാസമുള്ള ഊണായിരിക്കുമല്ലോ തമിഴ്നാട്ടിലേക്ക് വരുമ്പോഴേക്കും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഊണിൻ്റെ വിശേഷങ്ങൾ കാണാം. അപ്പം നിങ്ങൾ എത്ര വർഷമായി ഈ കട? 15 വർഷം. ആ, യൂണിവേഴ്സിറ്റി കുട്ടികളാണ് വരിക അല്ലേ? யூனிவர்சிட்டி பிள்ளைங்க வருங்க. அப்புறம் டூரிஸ்ட் வருவாங்க. ടൂറിസ്റ്റ്. ஆமா, அவர் சுத்தி பார்க்க வருவாங்க. பெங்களூர்ல இருந்து வருவாங்க, சென்னையில இருந்து வருவாங்க. எல்லாம் பார்த்துட்டு போர் அடிப்பாங்க. അയലയുണ്ട്, പിന്നെ எல்லாமே இருக்கும். ഇവിടെ എന്താ കട്ട്ല. കേരള സ്റ്റുഡൻസ് இருக்கா? எல்லாமே கேரளா பிள்ளைங்க தான் வரும். അതാ, அதுக்கு தான் எல்லாமே செல்லுல எடுத்துனா நெட்ல விடுங்க. ஒரு தம்பி பைசல், ஒரு தம்பி அதான் ஆரம்பம். அது வந்து எடுத்துட்டு நிறைய அதுக்கு முன்னாடி எல்லாம் பார்த்துட்டு சேனல் அந்த இது பார்த்துட்டு எல்லாம் பிள்ளைங்க வந்துடுங்க. காலேஜ் ஃபுல்லாக அனுப்பிச்சி விட்டுதா பார்த்துட்டு பிள்ளைங்க நிறைய வருது. அப்புறம் இன்னொரு தம்பி அது பேர் தான் நான் மறந்துட்டேன். ഒരുപാട് പേര് വന്നു. വീഡിയോ ആദ്യം പോയി, പിന്നെ അത് കേട്ട്, പിന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഇവിടെ നിന്ന് 2 കിലോമീറ്ററേ ഉള്ളൂ, തൊട്ടടുത്താണ്. അപ്പോൾ ഒരുപാട് മലയാളികളായിട്ടുള്ള ആളുകൾ പഠിക്കാനൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. കോളേജ് കുട്ടികളാണ് സ്ഥിരമായിട്ട് വരിക ഇവിടെ. ശരിക്കും വീട് തന്നെയാണ്, ബോർഡോ ഒന്നുമില്ല. പക്ഷെ ഇത് ആളുകൾ അന്വേഷിച്ച് കേട്ട് ഇവിടെ വരും. അപ്പൊ കരിമീനും പിന്നെ അയലയും. ഊണിന് എത്ര രൂപ? ഊണ് ലഞ്ച് 75 rupees. அதுல முட்டை பொடி மாசு வரும், ரசம், தயிர், சாம்பார், ஃபிஷ் குழம்பு, 2 மீன் பிரி வரும், പപ്പടം വരും. 75 rupees. ചെറിയ സൈസ് ഞണ്ട് ഇപ്പൊ ക്ലീൻ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ, ആക്കിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടാണ് ഊണ് കഴിക്കുക. എല്ലായിടത്തും ഇരുന്നിട്ടാണ് ഊണ് കഴിക്കുക. അങ്ങനെയല്ല, നമ്മൾ സാധാരണ ടേബിളിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിലത്തിരുന്നിട്ടാണ് എല്ലാവരും ഊണ് കഴിക്കുക. ഇവരുടെ വീട് തന്നെ, വീടിൻ്റെ ആ ഹാളാണ് ഇവിടെ. അപ്പോൾ ഞാൻ ചോറൊക്കെ ഇവിടെ കൊണ്ടിങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ വെള്ള ചോറാണ്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, നമ്മളവിടുത്തെ പുറത്ത് ചെമ്പാവേരി അല്ല, ഇവിടേക്ക് വരുമ്പോഴേക്കും ഇതാണ് കിട്ടുക. ഇവിടുത്തെ മീൻ കറി കണ്ടോ, മീൻ കുളമ്പ് അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അതാ ഇതിനകത്ത് മാങ്ങ ഇട്ടാണ് കണ്ട. എല്ലാം ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടേ, നമുക്ക് ആവശ്യാനുസരണം വിളമ്പി കഴിക്കാം. അതാ നമ്മളെ വറുത്ത മീനും കിട്ടി. அது ஸ்மால் இது மீன். സുമാ, அது இது சாளான்னு சொல்லுவோம். ചാള. നമുക്ക് ചാള. எத்தனை நாள் லீவ்ல வந்துருக்கு? 3 ദിവസം. നാളെ പോവും. அப்படியா? ഇതും ഊണിൻ്റെ കൂടെ കൊടുക്കുന്നതാണ് കേട്ടോ. മുട്ടത്തോരൻ, മല്ലിയിലയും ഉള്ളിയൊക്കെ ചേർത്തിട്ട് മുട്ടത്തോരൻ കാണും, പപ്പടം കാണും, മീൻകറി കാണും, പിന്നെ രസം, സാമ്പാർ, പച്ചമോര്, തൈരാണ്. ഇതുപോലെ 3 കഷ്ണം മീൻ വറുത്തത്. ഇത്രയൊക്കെയാണ് ഉണ്ടാവുക ഊണിൻ്റെ കൂടെ. സ്പെഷ്യലായിട്ട് വേണമെങ്കിൽ ഇതുപോലെയുള്ള വലിയ മീനുകൾ നമ്മൾ മേടിക്കണം. അപ്പോൾ അതാ പോണ്ടിച്ചേരി സ്പെഷ്യൽ കരിമീൻ. അപ്പോൾ ഇതാണ് നമ്മൾ സ്പെഷ്യലായിട്ട് മേടിച്ചിട്ടുള്ളത്. ഒരെണ്ണം എന്താ അയല വറുത്തത്, ഒരെണ്ണം കരിമീൻ.
ഭയങ്കര ചൂടാണ്, വറുത്ത് ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ. നമ്മൾ വന്ന് പറഞ്ഞ പിന്നെ അത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കും, നമ്മൾ ഏത് മീനാണെന്ന് കാണിച്ചു കൊടുക്കണം, അപ്പോൾ നമുക്കത് വറുത്ത് തരും. ഇത് ഊണിൻ്റെ കൂടെ അല്ലാതെ ഫ്രീ ആയി കൊടുക്കുന്നത് ഇങ്ങനെ 3 മീനാണ്. അപ്പോൾ ഞങ്ങൾക്ക് 2 ആൾക്കും കൂടി ഉള്ളത് കൂടെ വെച്ചിട്ടുണ്ട്, അങ്ങനെ കൊടുക്കും. ബാക്കി 75 രൂപയുടെ കൂടെ പപ്പടം, സാമ്പാർ, മുട്ട പൊരിച്ചത് എല്ലാം കൂടെ ചേർത്ത് തരും. ഇത് സ്പെഷ്യലായിട്ടുള്ളത്. അപ്പം ഞാൻ മീൻ കൂട്ടാനാണ് ഒഴിച്ചത്, മീൻ കുളമ്പ് അല്ലേ, മാങ്ങയൊക്കെ ചേർത്ത് തക്കാളിയൊക്കെ ചേർത്ത മീൻ കുളമ്പ് അതൊഴിച്ചു. ഇച്ചിരി നല്ലോണം പുളിയുണ്ട് കേട്ടോ, അതായത് മാങ്ങയുടെ പുളി. നമ്മൾ കഴിക്കണതിൽ നിന്നും ഭയങ്കര വ്യത്യാസമായിട്ടുള്ള സ്വാദാണ് കേട്ടോ മീൻ കറിക്കൊക്കെ. എന്നതാണ് മസാലയുടെ വ്യത്യാസം എന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷെ നമ്മുടെ മീൻകറിയുടെ സ്വാദല്ല. ഇതാണ് മുട്ട. ഇഞ്ചി, ഉള്ളി, മല്ലിയില, കുരുമുളക് പൊടി, നമ്മുടെ മീൻ വറുത്തതിൻ്റെ ഒരു കഷ്ണമൊക്കെ എന്തൊരു ചൂടാവും കണ്ട. ഈ മസാലയിൽ ഇങ്ങനെ പൊതിഞ്ഞെടുക്കാം. ഇവിടെയാണെങ്കിലേ ഈ വീടിൻ്റെ തൊട്ട് പുറവശത്തൊക്കെ കടലാണ്. ഓറോവിൽ ബീച്ചിൻ്റെ തൊട്ടടുത്തായിട്ട് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ. ഒരു ചെറിയൊരു ഇടവഴി ഉണ്ട്, അതിൽ കൂടെ ഇങ്ങോട്ട് വന്നാൽ മതി, വണ്ടിയൊക്കെ വരും. ഓൾറെഡി ഗൂഗിൾ മാപ്പിലുണ്ട് ഇത്. ഹോംലി മീൽസ് സുഖു ആൻഡ് അർമുഖം എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ മാപ്പിലുണ്ട്. നല്ലൊരു മസാല, അടിപൊളി. അപ്പോൾ നിങ്ങൾ പോണ്ടിച്ചേരിയിൽ വരുമ്പോഴേ പിന്നെ ഓറോവില്ലോ അല്ലെങ്കിൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ സൈഡോ അല്ലെങ്കിൽ ബീച്ചോ ആ സൈഡിലേക്കൊക്കെ വരണ്ടെങ്കിൽ ഇവിടെ വന്ന് ഊണയിച്ച് നോക്കിക്കോട്ടോ. ഭയങ്കര കറികളോ ഭയങ്കര ഡെക്കറേഷനോ ഒന്നുമില്ല, ഒരു സാധാരണ ഒരു പോണ്ടിച്ചേരിയിലെ ഒരു സാധാരണ നാടൻ ഭക്ഷണം എന്ന് പറയുന്ന ഒരു സാധനമാണ്. മീനാണ് സ്പെഷ്യൽ. പിന്നെ ഞണ്ടവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ ചിലപ്പോൾ കിട്ടണ അനുസരിച്ചിട്ടാവും ഉണ്ടാവുക. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണം. നമ്മൾ ഓറോവില്ല് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ ഊണ് കഴിക്കാൻ അവിടേക്ക് വരിക ചെയ്തത്. ഇനി അടുത്ത കാഴ്ചകളൊക്കെ കാണാൻ പോകണം, കഴിച്ചിട്ട് വേണം ഇറങ്ങാൻ. ഞാൻ ഊണ് കഴിച്ചിട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് അമ്മ 2 പഴമൊക്കെ കൊണ്ടു തന്നെ പോകുമ്പോൾ കഴിക്കാൻ.